എന്നൊരു പിക്ക് പുറത്തേക്ക് വന്നു. അതാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ലൈക്ക് ചെയ്യുക. 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രെയിനിങ് ഇമേജസ് ഒക്കെ പുറത്തു വിട്ടിരുന്നു. ആ ഒരു ഇമേജസ് നമുക്ക് കാണാൻ പറ്റിയൊരു ഇമേജാണ് നമ്മുടെ ജോഷു സുട്ടിരു ട്രെയിൻ ചെയ്ത് നമ്മുടെ ഹീസസ് സിമിനസിൻ്റെ കൂടെ ഒക്കെ അദ്ദേഹം ട്രെയിൻ ചെയ്ത് നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ജോഷു സുട്ടിരി ഇപ്പോൾ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരെ ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർവേഡ് താരങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാരണം ടീമിനെ അറിയുന്ന വ്യക്തി, പെട്ടെന്ന് പിച്ചിലോട്ട് ഇറങ്ങി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു വ്യക്തി, ടീമിൽ എല്ലാവരുമായിട്ട് അത് പ്രാക്ടീസ് അദ്ദേഹം കുറേ നാളായിട്ട് ഒരുമിച്ച് ചെയ്യുകയാണ്. സോ ആ ഒരു ലിങ്കപ്പ് അദ്ദേഹത്തിനുണ്ട്. സോ ആർക്കെങ്കിലും പെട്ടെന്ന് ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ അവിടേക്ക് വലിക്കാൻ സാധിക്കും. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇഞ്ചുറി പോൺ ടീമാണ്. എപ്പോൾ വേണമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏത് പ്ലേസിനും ഇഞ്ചുറി സംഭവിക്കും, പ്രത്യേകിച്ച് ഫോറിൻ താരങ്ങൾക്ക്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെ പോവുകയാണെങ്കിൽ തന്നെ അത് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുവരെ അദ്ദേഹം ഇവിടെ തുടരാനുള്ള സാധ്യതകളാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ല ഐഡിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇഞ്ചുറി പോൺ ടീമാണ്. സോ ഒരു ബാക്കപ്പ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്.